നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് OCD അല്ലെങ്കിൽ ഒബ്സെക്റ്റീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ ബി നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സർ, ഈ OCD എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നവർ ഈ ഒബ്സ്ട്രക്റ്റീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഇത്തരം കാര്യം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ടെന്ന് സാധാരണഗതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? ഇതൊരു ഒരു ഒരു സൈക്യാട്രിക് വിഭാഗത്തിലെ രോഗമായിട്ട് നമുക്ക് കണക്കൂട്ടാനായിട്ട് സാധിക്കും? ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏകദേശം 1% ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്കണ്ഠാ രോഗമാണ്. ഒരു മാനസിക രോഗം തന്നെയാണ്, ചികിത്സ വേണ്ടുന്ന രോഗം തന്നെയാണ്. ഈ രോഗത്തിന് പ്രധാനമായിട്ട് 2 ലക്ഷണങ്ങളാണ്. ആദ്യത്തേതാണ് ഒബ്സഷൻസ് എന്ന് പറയുന്നത്. ഈ ഒബ്സഷൻസ് എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇടയ്ക്കിടെ നമ്മളറിയാതെ തന്നെ, നമുക്ക് താല്പര്യമില്ലാതെ തന്നെ കടന്നു വരുന്ന അസ്വസ്ഥതയുളവാക്കുന്ന ചില ചിന്തകൾ, ചില തോന്നലുകൾ, ചില ദൃശ്യങ്ങൾ, ഇവയൊക്കെയാണ് ഒബ്സഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, കൈ കഴുകിയ ഒരു വ്യക്തിക്ക് പിന്നെ ഒരു സംശയം തോന്നുകയാണ്, കയ്യിൽ അഴുക്കിനി ബാക്കി ഇരിപ്പുണ്ടോ? ഇങ്ങനെ അഴുക്കുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ അഴുക്ക് ഭക്ഷണത്തിലൂടെ അകത്തേക്ക് പോകുമോ? അകത്തേക്ക് പോയി കഴിഞ്ഞാൽ തനിക്ക് രോഗം വരുമോ? ഇങ്ങനെ അങ്ങോട്ട് ചിന്തകൾ വരികയാണ്. അപ്പോൾ ആ ചിന്തകൾ വരുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠ വരും. ഒരിടത്ത് ഇരുന്നാൽ ഇരിപ്പുറയ്ക്കില്ല, നെഞ്ചിടിപ്പ് കൂടും, വിറയൽ വരും, ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അപ്പോൾ ഈ വല്ലാതെ ഉത്കണ്ഠ കൂടി കഴിയുമ്പോൾ നേരെ ഒന്നുകൂടെ പോയി കൈ കഴുകും. അപ്പോൾ ഈ ചിന്തകളുമായി ബന്ധപ്പെട്ട ആ ഉത്കണ്ഠ ലഘൂകരിക്കാൻ വേണ്ടി ആവർത്തിച്ച് ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ട്. ആ പ്രവർത്തികളെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കയ്യിൽ അഴുക്കിരിപ്പുണ്ട് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ കുറയ്ക്കാനായിട്ട് വീണ്ടും പോയി കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സാധാരണയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഈ കഴുകലുമായിട്ട് ബന്ധപ്പെട്ട കമ്പൽഷൻസാണ് കണ്ടുവരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കൂടുതൽ നേരം കഴുകുന്നു എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു തുടക്കം. അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ചധിക സമയമെടുത്ത് കാല് കഴുകുന്നു, എന്നിട്ടേ വീട്ടിലോട്ട് കയറുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അതൊരു സ്വാഭാവികമായ ഒരു വൃത്തിയുടെ ഒരു ഭാഗമായി കരുതി അവഗണിക്കപ്പെടും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് കുളിക്കുന്ന സമയം ക്രമമായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു 10 മിനിറ്റിൽ കുളിച്ച് തീർന്നുകൊണ്ടിരുന്ന ഒരാൾ 15 മിനിറ്റ് ആവുന്നു, അരമണിക്കൂറാവുന്നു, 1 മണിക്കൂറാവുന്നു, എന്നിട്ടും കുളിച്ചിറങ്ങുന്നില്ല. അപ്പോഴാണ് പലപ്പോഴും വീട്ടുകാർക്ക് ഇതൊരു പ്രശ്നമാണല്ലോ എന്ന് തോന്നിത്തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അപ്പോൾ ഈ ഒബ്സഷൻസ്, പല തരത്തിലുള്ള ഒബ്സഷൻസ് നമ്മുടെ സമൂഹത്തിൽ കാണും. ഏറ്റവും സാധാരണ ഈ കൈ അഴുക്കിരിപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ശരീരത്തിൽ അഴുക്കിരിപ്പുണ്ട് എന്നുള്ള തോന്നലായിരിക്കാം. രണ്ടാമത് സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു ഒബ്സഷനാണ് ചെയ്ത പ്രവൃത്തി ശരിയായി ചെയ്തിട്ടുണ്ടോ എന്ന സംശയം. ഉദാഹരണത്തിന്, വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട് കൃത്യമായി പൂട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം. 1-2 പ്രാവശ്യം സംശയം വന്നൊന്നും നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ തിരിച്ച് വണ്ടിയിൽ കയറി ഓഫീസിലേക്ക് പോകാൻ നേരം പകുതി വഴിയാകുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠ, കറക്റ്റായിട്ട് പൂട്ടിയിട്ടുണ്ടോ എന്ന് സംശയം. പൂട്ടിയിട്ടില്ലെങ്കിൽ ഇനി കള്ളൻ കയറി വീട്ടിലുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളൊരു ഭീതി. ഉടനെ തന്നെ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീണ്ടും പരിശോധിക്കുന്ന ഒരു ലെവലിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള ചെക്കിംഗ് ആണ് രണ്ടാമത്തെ ഒരു തരത്തിലുള്ള ഒരു കമ്പൽഷൻ. ഇനി മൂന്നാമത് അമിതമായ അടുക്കും ചിട്ടയും ഒരു വകഭേദമാണ്. ഇപ്പോൾ കിടക്ക വിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ക്രമത്തിൽ അത് വിരിക്കണം. മേശപ്പുറത്ത് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 2 നിര പുസ്തകങ്ങളുടെ 2നും ഒരേ ഹൈറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെയും അടുക്കിക്കൊണ്ടിരിക്കുക, പിന്നെയും കിടക്ക വിരിച്ചുകൊണ്ടിരിക്കുക. ഈ റീ അറേഞ്ച്മെൻറ്റ്, അതാണ് അടുത്ത തരത്തിലുള്ളൊരു കമ്പൽഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത് ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ചില ഒബ്സഷൻസ് ഉണ്ട്. ഇപ്പോൾ ചില മതചിഹ്നങ്ങൾ കാണുമ്പോൾ, ചില ആരാധനാലയങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ, അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ മുമ്പിലെത്തുമ്പോൾ, കുരിശ് കാണുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിനെ തെറി വിളിക്കാനുള്ള വല്ലാത്തൊരു പ്രവണത ഇങ്ങ് വരികയാണ്. ഒരു ചീത്ത വാക്കിങ്ങനെ വല്ലാതെ അങ്ങ് വരികയാണ്. അത് അനുഭവിക്കുന്ന ആളുകൾ പറയുന്ന ഈ തുമ്മലിന് തൊട്ടു മുൻപ് ഒരു വല്ലാത്ത വെപ്രാളം വരുമല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തെറി അങ്ങ് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് ഒരു സമാധാനം കിട്ടും. പക്ഷേ ദൈവത്തെ തെറി വിളിച്ചു പോയല്ലോ എന്നാലോചിച്ച് കുറ്റബോധം വന്ന് പിന്നെ 101 പ്രാവശ്യം മന്ത്രം ജപിക്കുക, പ്രാർത്ഥന ചൊല്ലുക, ഈ രീതിയിലേക്ക് അത് പോകും. അടുത്തൊരു തരത്തിലുള്ള ഒബ്സഷൻ സെക്ഷുവൽ ഒബ്സഷൻസ് എന്ന് പറയും. ലൈംഗിക സ്വഭാവമുള്ള ചിന്തകളാണ്. ഒരു കൗമാരപ്രായക്കാരനായ വ്യക്തിക്ക് ലൈംഗിക ചിന്തകൾ വരുന്നത് ആസ്വാദ്യകരമായിരിക്കാം ചിലപ്പോൾ. പക്ഷേ സ്വന്തം അമ്മയുടെ ലൈംഗിക ദൃശ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ സ്വന്തം സഹോദരിയുടെ ദൃശ്യങ്ങൾ കടന്നു വരുന്നു. അത് ഒട്ടും സുഖകരമായിരിക്കില്ല, ഒട്ടും ആഹ്ലാദകരമായിരിക്കില്ല എന്ന് മാത്രമല്ല, വല്ലാത്ത ഉത്കണ്ഠ അതുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ തൻ്റെ വേണ്ടപ്പെട്ടവരെ എന്തെങ്കിലും രീതിയിൽ മോശമായി കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം വരും. അപ്പോൾ ഉടനെ പോയി അവരോട് ചോദിക്കും, ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവർ സമാധാനിപ്പിക്കുമ്പോൾ തൽക്കാലത്തേക്കൊരു ആശ്വാസം കിട്ടുമെങ്കിലും വീണ്ടും ഇത്തരം ചിന്തകൾ ഇങ്ങനെ ആവർത്തിച്ചു വരികയാണ്. ഇനി ചില അമ്മമാർ കുഞ്ഞുങ്ങളെ എടുക്കാൻ മടിക്കും. കാരണം അവരുടെ പേടി
കുഞ്ഞിനെ ഞാൻ തറയിലിട്ട് കളയുമോ അല്ലെങ്കിൽ കിണറ്റിലെറിഞ്ഞു കളയുമോ, ഇങ്ങനത്തെ ചില ചിന്തകളാണ് അഗ്രസീവ് ഒബ്സഷൻസ് എന്ന് പറയും. ചില വ്യക്തികൾ പറയാറുണ്ട്, ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മറ്റാരെങ്കിലും ഇരിക്കുന്നൊരു സീറ്റിൽ ഇരിക്കാൻ ഭയമാണ്. കാരണം തൊട്ടടുത്തിരിക്കുന്ന ആളിൻ്റെ കഴുത്ത് താൻ ഞെരിച്ചു കളയുമോ, അവരെ താൻ ഉപദ്രവിച്ച് കളയുമോ എന്നൊരു സംശയമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആരുമില്ലാതെ ഒറ്റയ്ക്കുള്ള സീറ്റിലിരിക്കുക എന്നുള്ളതാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒബ്സഷൻസും കാണാറുണ്ട്. ചില വ്യക്തികൾ ഇപ്പോൾ പേവിഷബാധയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ അടുത്ത കാലത്ത് വരുന്നുണ്ട്. പേവിഷബാധയേറ്റൊരു കുട്ടി മരിച്ചതും നമ്മൾ കണ്ടു. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ആ വിഷ്വൽ ഫീൽഡിൽ ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ സംശയമാണ്, ആ പട്ടി വന്ന് നമ്മുടെ കാലിൽ നക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പട്ടിയുടെ മൂത്രം സ്വന്തം കാലിൽ പറ്റിയിട്ടുണ്ടോ. ഈ സംശയം വന്ന് ഭയങ്കര ടെൻഷൻ വരികയാണ്. കാരണം പേവിഷബാധ ഏറ്റാൽ മരണം ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്തൊരു ആശുപത്രിയിലേക്ക് പോയി പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കും. ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്താൽ നിശ്ചിത വർഷങ്ങൾ ഇനി പേടിക്കേണ്ടതില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു വിട്ടാൽ പോലും തൊട്ടടുത്ത ദിവസം വീണ്ടും നടക്കാൻ ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരു പട്ടിയെ കണ്ടാൽ വീണ്ടും ടെൻഷൻ വരും. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പോയി ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോൾ ആവശ്യമില്ലാതെ പിന്നെയും ഈ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത് പോകുന്ന ആളുകൾ. ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ലക്ഷണങ്ങൾ ഈ OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സാർ ഇപ്പോൾ പറഞ്ഞതൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിലോ നമുക്ക് തന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തോന്നുന്ന തരത്തിലാണ് പലപ്പോഴും ഇത് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആൾക്കാർക്ക് സ്വയം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? ഈ OCD കൊണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സ്വയം തിരിച്ചറിയപ്പെടാനും അല്ലെങ്കിൽ അതൊരു ഡോക്ടറുടെ മുന്നിലേക്ക് എത്തി അവതരിപ്പിക്കപ്പെടുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം OCDയുടെ ഒരു പ്രത്യേകത, തനിക്ക് രോഗമുണ്ട് എന്ന ഉൾക്കാഴ്ച ആദ്യഘട്ടത്തിൽ ഇവർക്ക് നന്നായി ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം കൈ കഴുകുന്നു, ഒരു പ്രാവശ്യം കഴുകി വൃത്തിയായില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നു, പിന്നെയും കഴുകുന്നു. ആ ഘട്ടത്തിൽ ഈ അനുഭവിക്കുന്ന ആളിന് തന്നെ അറിയാം എന്തോ തകരാറാണിത്. കാരണം ഈ ചിന്ത, മനസ്സിലേക്ക് കടന്നു വരുന്ന ഈ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്ത ഒരു ശരിയല്ലാത്ത ചിന്തയാണ് എന്ന് വ്യക്തമായ അയാൾക്കറിയാം. ഈ വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം കഴുകിയാൽ തന്നെ അഴുക്ക് പോകും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. പക്ഷെ എങ്കിൽ പോലും മനസ്സിലേക്ക് പിന്നെയും ഈ ചിന്ത കടന്നു വരികയാണ്. ആ ചിന്ത വന്നാൽ പിന്നെ ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല, സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, വല്ലാത്ത വെപ്രാളം വരും. അപ്പോഴേക്ക് വീണ്ടും പോയി ഒന്നുകൂടെ കഴുകിയാലേ അത് മാറത്തുള്ളൂ. അപ്പോൾ ആദ്യഘട്ടത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് അവർക്ക് തന്നെ തോന്നും. ഇതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് അവർ ബന്ധുക്കളോട് പറഞ്ഞെന്നിരിക്കും. പക്ഷേ ബന്ധുക്കൾ പലപ്പോഴും ഇതിനെ ഗൗരവമായിട്ട് എടുക്കത്തില്ല. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൗമാരപ്രായക്കാരായ കുട്ടികളാണ് പറയുന്നതെങ്കിൽ, ഇതൊക്കെ നിൻ്റെ തോന്നലാണ്, അത് തന്നെ മാറിക്കോളും എന്ന് വളരെ അലക്ഷ്യമായിട്ട് മാതാപിതാക്കൾ ഇതിനെ കൈകാര്യം ചെയ്യും. ഇത് സമയത്ത് ചികിത്സിച്ചില്ലെങ്കിലുള്ള കുഴപ്പം, ഇത് സങ്കീർണമായി വരും, ഇതിൻ്റെ ദൈർഘ്യം കൂടി വരും. ഇപ്പോൾ കുറേ നാൾ മുൻപ് ഞാൻ കാണാനിടയായ ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവന് പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് അവൻ സ്കൂളിൽ പോയിട്ടില്ല. വിശദമായിട്ട് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾ അവനെ കൊണ്ടുവരുന്നത് പഠന വൈകല്യമുണ്ട് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ അവനോട് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് 8 മണിക്കൂർ സമയമാണ് അവൻ കുളിക്കാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 6 വർഷത്തിന് മുൻപ് ചെറിയ തോതിൽ കയ്യിൽ അഴുക്കിരിപ്പുണ്ടോ എന്നൊരു സംശയമായി തുടങ്ങിയ ഒരു സ്ഥിതിയാണ്. കുറച്ച് കൂടുതൽ കഴുകുമായിരുന്നു, പിന്നെ അത് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്ന രീതിയിലേക്ക് വന്നു. ഇപ്പോൾ ഈ കുട്ടി അവൻ്റെ സ്വന്തം ശരീരത്തെ 16 ഭാഗങ്ങളായിട്ട് അവൻ തന്നെ തരംതിരിച്ചിട്ടുണ്ട്. ഈ ഓരോ ഭാഗത്തേക്കും 5 പ്രാവശ്യം വലതുവശത്തേക്ക് സോപ്പ് തേക്കണം, 5 പ്രാവശ്യം ഇടതുവശത്തേക്ക് സോപ്പ് തേക്കണം. ഇത്രയും ചെയ്താലേ ആ ഭാഗം വൃത്തിയായുള്ളൂ എന്നാണ് ആ കുഞ്ഞ് കരുതുന്നത്. പക്ഷേ ഈ 5 പ്രാവശ്യം എണ്ണി തേക്കുമ്പോൾ 3 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് 3 ആണോ 2 ആണോ ആയത് എന്നൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ വന്നാൽ പിന്നെ ആദ്യം തൊട്ട് വീണ്ടും ആ ഭാഗം കഴിയേ പറ്റും. ഇങ്ങനെയാണ് ശരിക്കും 8 മണിക്കൂർ കുളിക്കാനെടുക്കുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ അർദ്ധരാത്രി 12 മണിക്ക് കുളിക്കാൻ കയറണം, എങ്കിലേ 8 മണിക്ക് ഇറങ്ങാൻ പറ്റൂ. ഇത് കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ ഈ 6 വർഷമായിട്ട് ഇത് ചികിത്സ എടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വരുന്നൊരു സങ്കീർണതയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സോപ്പ് തേച്ച് ഈ തൊലി കംപ്ലീറ്റ് ഇളകിപ്പോയി. അതിൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഒരു ത്വക്ക് രോഗ വിദഗ്ധനെ സമീപിച്ചു. ത്വക്ക് രോഗ വിദഗ്ധൻ പറഞ്ഞു, ഇത് തൊലിയുടെ പ്രശ്നമല്ല, ഇത് മാനസിക ബുദ്ധിമുട്ടാണ്, ഇത് ചികിത്സിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവർ ചികിത്സ എടുക്കാൻ തയ്യാറാകാതിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, തുടക്കം തൊട്ടേ തന്നെ എനിക്ക് സഹായം വേണമെന്ന് ഞാൻ പറയുന്നു. പക്ഷേ അച്ഛനും അമ്മയും അതിന് തയ്യാറായില്ല. അപ്പോൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, OCDയുടെ ആരംഭഘട്ടത്തിൽ ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്തണമെന്നൊരു തോന്നൽ വരും, ചികിത്സയോട് സഹകരിക്കും. പക്ഷേ കുറേ പഴകിക്കഴിഞ്ഞാൽ, ഒരുപാട് വർഷങ്ങളുടെ പഴക്കം വന്നാൽ ഈ അസുഖത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച 1% രോഗികൾക്കെങ്കിലും നഷ്ടപ്പെടും. അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിയും. അടുത്ത കാലത്ത് കാണാനിടയായ ഒരു 42 വയസ്സുള്ളൊരു സ്ത്രീ, അവർക്ക് 14 വർഷമായിട്ട് ഈ OCD ഉണ്ട്. അവർ വീട്ടിലാരെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ ആ അതിഥികൾ ഇരുന്ന പ്രദേശം 5 തവണ കഴുകും. അത് പെട്രോള്,
ഡെറ്റോള്, പിന്നെ വേറെ എന്തൊക്കെയോ തരം സാധനങ്ങൾ 5 റൗണ്ട് കഴിയാലേ ആ ഭാഗം വൃത്തിയായുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വീട്ടിൽ പത്രം ഇടുന്നു, ഈ പത്രത്തിനെയും ഈ 5 റൗണ്ട് ലായനികളിൽ കഴിവും, അതോടുകൂടി പത്രം അപ്രത്യക്ഷമാവും. കൗമാരപ്രായത്തിലുള്ളൊരു മകളുണ്ട്. ഈ മകൾ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു ഔട്ട് ഹൗസിൽ വെച്ച് ഈ 5 തരം സൊല്യൂഷൻസ് ഉപയോഗിച്ച് മകളെ ഈ അമ്മ തന്നെ കുളിപ്പിക്കും. മകളിപ്പോൾ എതിർക്കാൻ തുടങ്ങിയപ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് ചികിത്സ തേടേണ്ട അവസ്ഥ വന്നത്. പക്ഷേ ഈ 14 വർഷത്തെ പഴക്കം വന്നപ്പോഴേക്ക് ആ സ്ത്രീ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അത് മാറിക്കഴിഞ്ഞു. അവർ ഈ കരുതുന്ന ചിന്തകളൊക്കെ ശരിയാണ് എന്നൊരു രീതിയിലേക്ക് അവർ ചിന്തിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് OCD വിത്ത് ഡെല്യൂഷണൽ ബിലീഫ്സ്, അതായത് അടിയുറച്ച സംശയങ്ങളോടുകൂടിയ ഒബ്സഷൻസ്. അപ്പോൾ അത് പഴകും തോറും ഈ സംശയങ്ങളുടെ ദൃഢത കൂടി വരും, ഈ സംശയങ്ങൾ യഥാർത്ഥമാണെന്ന് അവർ വിശ്വസിച്ച് തുടങ്ങും. അങ്ങനെ അവർ വിശ്വസിച്ചാൽ പിന്നെ അവർ ചികിത്സയോടെ നിസ്സഹകരിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഇത്രയും നേരത്തെ ചികിത്സിക്കുന്നതാണ് ഇത് മാറാൻ ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലുമുണ്ട്, വളരെ തുടക്കക്കാരുമുണ്ട്. അപ്പോൾ ഈ തുടക്കക്കാർ ഇത് തിരിച്ചറിയുമോ? നമുക്കിപ്പോൾ കൈ കഴുകാൻ നേരത്ത് കയ്യിൽ കുറച്ച് അഴുക്ക് കൂടി ഇരിക്കുന്നുണ്ട്, ഒരു തോന്നൽ വരുന്നു, വീണ്ടും അത് കൈ കഴുകപ്പെടുന്നു. അല്ലെങ്കിൽ വീട്ടിലേക്ക് ഡോർ അടച്ചിട്ട് പോകുന്നു, താഴെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തുമ്പോഴാണ് അറിയുന്നത് അടച്ചോ എന്ന് കൺഫേം ചെയ്തിട്ട്, അല്ലെങ്കിൽ ജനൽ അടച്ചോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല, തിരിച്ചു പോയി കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ OCDയുടെ ചില വകഭേദങ്ങളെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലല്ലേ ഉള്ളത്? അല്ല, ഇതിൽ ലഘുവായ തോതിൽ ഇപ്പോൾ അധിക സമയം നമുക്ക് നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇതിനെ സ്വാഭാവികമായൊരു കാര്യമായിട്ട് എടുക്കാം. ഇപ്പോൾ കൈ കഴുകാനായിട്ടൊരു 2 മിനിറ്റ് സമയം ചെലവഴിച്ചു, വലിയ തകരാറൊന്നും നമ്മുടെ ജീവിതത്തിന് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കതക് കൊളുത്തിട്ടിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പോയി ചെക്ക് ചെയ്തു, വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷേ 1 മണിക്കൂർ നേരം വേണം കൈ കഴുകാനെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട മറ്റ് പല പ്രധാന കാര്യങ്ങൾക്കുള്ള സമയം നഷ്ടപ്പെടുകയാണ്. അതുപോലെ നമ്മൾ ഈ എൻട്രൻസ് പരീക്ഷയെ കഴിയുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് കുറച്ച് കുട്ടികൾ വരാറുണ്ട്. ഇവരുടെ ഒരു പ്രശ്നം, എൻട്രൻസ് പരീക്ഷയ്ക്ക് ഈ ബബിളുകൾ കറപ്പിക്കുക എന്നുള്ളതാണല്ലോ രീതി. ഒരു വൃത്തത്തിൽ മൊത്തം പെൻസിൽ കൊണ്ട് ഇങ്ങനെ കറപ്പിക്കണം. ആദ്യത്തെ ചോദ്യത്തിന് C ആണ് ഉത്തരം. C എന്ന ഉത്തരത്തിൽ ബബിൾ കൊണ്ട് കറപ്പിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിന് വായിച്ചു നോക്കുമ്പോഴേക്കും ഒരു സംശയം വരികയാണ്, ആദ്യത്തെ ചോദ്യത്തിന് C തന്നെയാണോ ഉത്തരം, ഞാൻ C തന്നെയാണോ മാർക്ക് ചെയ്തത്, ഞാൻ കൃത്യമായിട്ട് ആ ബബിൾ മൊത്തം കറപ്പിച്ചിട്ടുണ്ടോ, ഞാൻ കറപ്പിച്ചത് ആ ബബിളിൻ്റെ ബൗണ്ടറി കവിഞ്ഞു പോയിട്ടുണ്ടോ, നെഗറ്റീവ് മാർക്ക് വരുമോ, ഇങ്ങനെ സംശയം വന്നാൽ വീണ്ടും ആദ്യത്തെ ചോദ്യം തിരിച്ചു പോയി ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ സമയബന്ധിതമായി 2 മണിക്കൂർ കൊണ്ട് 120 ചോദ്യം ഉത്തരം എഴുതേണ്ട ഒരു പരീക്ഷയാണ് എൻട്രൻസ്. ഇവിടെ പക്ഷേ നന്നായി പഠിച്ചിട്ടുള്ള കുട്ടിയായിരിക്കും, പക്ഷേ 10 ചോദ്യം എഴുതി കഴിയുമ്പോഴേക്ക് ഈ ചെക്കിങ് കാരണം അവൻ്റെ സമയം തീർന്നു പോയി. ഇത് കാരണം എൻട്രൻസിൽ പരാജയപ്പെട്ടു പോകുന്ന കുട്ടികളെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ചികിത്സ എടുത്തതിന് ശേഷം അടുത്ത വർഷം എൻട്രൻസ് നല്ല രീതിയിൽ എഴുതി അവർ വിജയിച്ചു പോയതായിട്ടും കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ, പഠനത്തെ, തൊഴിലിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ലക്ഷണങ്ങളുടെ ദൈർഘ്യം അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കൂടിക്കഴിഞ്ഞാൽ സംശയിക്കേണ്ട കാര്യമില്ല, ചികിത്സ എടുക്കേണ്ട അവസ്ഥയിലേക്ക് OCD എത്തിയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ OCDയുടെ കാര്യം പറയുമ്പോൾ സാധാരണഗതിയിൽ ഇത് സ്ത്രീ പുരുഷ വ്യത്യാസം ഇതിനകത്തുണ്ടോ? കുട്ടികളിൽ ഈ OCD എത്രത്തോളം ഉണ്ടാകും? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ശരിക്കും ഈ കുട്ടിക്കാലത്തെ OCD എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ചില വികലമായിട്ടുള്ള സംശയങ്ങൾ, ഇപ്പോൾ ചില സിനിമകൾ കണ്ടു, ഈ സിനിമകളിൽ ചില ഭീകരജീവികൾ ഭൂമിയെ ആക്രമിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ചില വിഷവാതകങ്ങൾ വമിപ്പിച്ച് ലോകത്തിലുള്ള ആളുകളെ കംപ്ലീറ്റ് വധിക്കുന്ന ഒരു തീവ്രവാദി സംഘടന ഇറങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കെട്ടുകഥകളാണ് എന്നുള്ളത് നമുക്ക് കാണുന്ന ആളുകൾക്കറിയാം. പക്ഷേ കൊച്ചുകുട്ടികളിൽ ചിലർ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നങ്ങ് ചിന്തിച്ച് കളയും. അതിനുശേഷം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴേക്ക് ഏതൊക്കെയോ ജീവികൾ വന്ന് തൻ്റെ പുറത്തേക്ക് വീഴുന്നു, ഇത്തരത്തിലുള്ള ചിന്തകൾ. പക്ഷെ അങ്ങനെ വീഴുന്നില്ലെന്ന് അവൻ അറിയാം, എങ്കിൽ പോലും പിന്നെയും അവൻ വല്ലാത്ത വെപ്രാളം, ഞെട്ടൽ, പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള ചില തരത്തിലുള്ള സംശയങ്ങൾ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കുട്ടിക്കാലം അല്ലെ കൗമാരപ്രായം എടുത്തു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കാണ് താരതമ്യേന OCD കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഒരു യൗവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകളിലും പുരുഷന്മാരിലും തുല്യമായ തോതിൽ ഒബ്സഷൻസ് വരുന്നതായിട്ട് കാണുന്നു. ഈ കുട്ടിക്കാലത്തെ OCD ഒരു വലിയൊരു പ്രശ്നമുള്ളത്, ഇവർക്ക്, ഈ കുട്ടികൾക്ക് ഇത് നോർമലാണോ അബ്നോർമലാണോ എന്ന് വേർതിരിച്ചറിയാനുള്ളൊരു വിവേചന ബുദ്ധി പലപ്പോഴും വികസിച്ചിട്ടുണ്ടാവില്ല. ഒരു 12 വയസ്സൊക്കെ ആയാലേ ഈ കാണുന്നതും കേൾക്കുന്നതുമായ സംഗതിക്ക് നല്ലതും നല്ലതല്ലാത്തതുമായിട്ടുള്ള വശങ്ങളുണ്ട്, സത്യവും അസത്യവുമായിട്ടുള്ള വശങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് വിവേചിക്കാനുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഗുണദോഷ യുക്തി വിചാരം വരത്തുള്ളൂ. പക്ഷേ അതിൽ താഴെ 10 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടി ഉദാഹരണത്തിന് ഒരു ലൈംഗിക സ്വഭാവമുള്ള ഒരു ദൃശ്യം, ഒരു വീഡിയോ കാണാനിടയായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ലൈംഗിക സ്വഭാവമുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലൈംഗികതയെക്കുറിച്ച് വീട്ടിൽ മാതാപിതാക്കൾ ഒരു സന്ദേശം വ്യക്തമായി പകർന്നു കൊടുത്തിട്ടുണ്ടാകും, ഇതൊരു പാപമാണ്, സംസാരിക്കാൻ പാടില്ലാത്തതും ചിന്തിക്കാൻ പാടില്ലാത്തതുമാണ്, ഇങ്ങനത്തെ ചിന്തകൾ വരുന്നവരെല്ലാം മോശപ്പെട്ട
മോശപ്പെട്ടവരാണ്, കുറ്റകൃത്യവാസനയുള്ളവരാണ്, സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരല്ല, പാപികളാണ്, ഇങ്ങനത്തെ ചില ചിന്തകൾ കാണും. അപ്പോൾ ഒരു ലൈംഗിക ദൃശ്യം കണ്ടൊരു കുട്ടിയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അത്തരം ചില രംഗങ്ങൾ വരും. പക്ഷേ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തെറ്റാണ്, ചീത്തയാണ്, മോശമാണ്, പാപമാണ്. അപ്പോൾ ഈ കുറ്റബോധവും ഈ രംഗങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന ഒരു സുഖാനുഭൂതികളും തമ്മിലുള്ളൊരു സംഘർഷം കുട്ടിയുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് അവന് കടുത്ത കുറ്റബോധത്തിലേക്ക് അവനെ നയിക്കും. താനൊരു ചീത്ത കുട്ടിയാണ് എന്നൊരു തോന്നൽ വരും. ഇതവന് തുറന്നു പറയാൻ പറ്റുമോ? കാരണം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് വീട്ടിൽ വിലക്കിയിട്ടുണ്ട്. ആരോട് പറയും? മാതാപിതാക്കൾ കേൾക്കാൻ തയ്യാറല്ല. അധ്യാപകരോട് പറയാൻ പറ്റില്ല, കാരണം അവർ തന്നെക്കുറിച്ച് മോശമായി ചിന്തിക്കുമോ? കൂട്ടുകാരോട് പറയാൻ പറ്റുമോ? അവരെല്ലാം കൂടെ കളിയാക്കും. അപ്പോൾ ഇത് ഉള്ളിൽ വെച്ച് ഇത്തരത്തിലുള്ള ഈ പ്രയാസങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പോലും പറ്റാതെ ഉള്ളിൽ ഒതുക്കി വെച്ച് പഠനത്തിലും ജീവിതത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് തകരാറുകൾ വന്ന് ഉറക്കം നഷ്ടപ്പെട്ട് കടുത്ത വിഷാദത്തിലേക്ക് പോയി സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളെയും കൗമാരപ്രായക്കാരെയും വരെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒബ്സഷൻസ്, കുട്ടികളിലെ ഒബ്സഷൻസ് പലപ്പോഴും അത് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെട്ടില്ല എങ്കിൽ അത് ആന്തരികമായ രീതിയിൽ ആഗിരണം ചെയ്യപ്പെട്ട് കടുത്ത ഒരു വിഷാദത്തിന് കാരണമായി ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ പോവാം. അതുകൊണ്ട് പൊതുവെ മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും അവരുടെ പ്രശ്നങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാനും സമയം കണ്ടെത്തും. ഈ OCD എന്ന് പറയുന്ന അസുഖത്തിനോടൊപ്പം അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ഇത് OCD ഒരു ഉത്കണ്ഠാ രോഗമായതുകൊണ്ട് തന്നെ മറ്റ് ഉത്കണ്ഠാ രോഗങ്ങൾ ഇവരിൽ കൂടുതലായിട്ട് കാണപ്പെടാം. ഏറ്റവും സാധാരണയായിട്ട് അനുബന്ധമായിട്ട് OCD രോഗികളിൽ കാണുന്നത് സാമൂഹിക ഉത്കണ്ഠ അഥവാ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ജനങ്ങൾ കൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പോകാനുള്ള വിമുഖതയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. അത്തരം സ്ഥലങ്ങളിൽ ചെന്നാൽ തങ്ങളുടെ സ്വഭാവത്തിലോ സംസാരത്തിലോ ഉള്ള എന്തെങ്കിലും അപാകതകൾ മറ്റുള്ളവർ തിരിച്ചറിയുമോ, അത് ചൂണ്ടിക്കാണിച്ച് അവർ തന്നെ പരിഹസിക്കുമോ എന്നൊക്കെ ഭയന്നാണ് ഇത്തരം ആൾക്കാരെ നേരിടാൻ മടിക്കുന്നത്. അപ്പോൾ കല്യാണങ്ങൾ, പൊതുചടങ്ങുകൾ, എതിർലിംഗത്തിൽപ്പെട്ട ആളുകൾ ഉള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ പോകാനായിട്ടുള്ളൊരു മടിയായിരിക്കും ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. അടുത്ത ഒരു സംഗതി സ്പെസിഫിക് ഫോബിയ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക സംഗതിയോട് തോന്നുന്ന അമിതമായ ഉത്കണ്ഠ. ഉദാഹരണത്തിന് ഇടിമിന്നൽ വരുമ്പോൾ വല്ലാതെ അങ്ങ് ഭയന്ന് വിറച്ച് അകത്ത് കയറി ഒളിച്ചിരിക്കുക, രക്തം കണ്ടാൽ തലകറങ്ങി വീഴുക, പാറ്റ പോലെയുള്ള ജീവികളെ കാണുമ്പോൾ ഉടനെ ഭയപ്പെട്ട് വീഴുക, ഇഞ്ചക്ഷൻ്റെ സൂചി കാണുന്ന ഉടനെ ഭയപ്പെടുക. ഇങ്ങനെ ആ ഒരു പ്രത്യേക സവിശേഷ സന്ദർഭത്തോട് അല്ലെങ്കിൽ ഒരു സംഗതിയോട് മാത്രം തോന്നുന്ന അമിത ഉത്കണ്ഠയാണ് ഈ സ്പെസിഫിക് ഫോബിയ. അടുത്തത് പാനിക് ഡിസോർഡർ എന്നൊരവസ്ഥയുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ അമിതമായ നെഞ്ചിടിപ്പ് വരുന്നു, ശ്വാസം കിട്ടാതെ വരുന്നു, ശരീരം വേർത്തൊലിക്കുന്നു, നെഞ്ചുവേദന അനുഭവപ്പെടുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു, താൻ ഇപ്പോൾ വീണ്ടും മരിച്ചു പോകും എന്ന് തോന്നുന്ന തരത്തിലുള്ള ഭയങ്കരമായ ഒരു അസ്വസ്ഥത. ഏതാനും മിനിറ്റുകളായിരിക്കും അത് നീണ്ടു നിൽക്കും. ശരിക്കും ഹാർട്ട് അറ്റാക്ക് വരികയാണെന്ന് തന്നെ തോന്നും. പക്ഷേ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധനകളൊക്കെ നടത്തി നോക്കുമ്പോൾ ഹൃദയത്തിനോ മറ്റ് ശാരീരിക അവയവങ്ങൾക്കോ ഒരു തകരാറുമില്ല. എന്നാലും പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതെല്ലാം തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളുടെ അളവിൽ വ്യത്യാസങ്ങൾ വരുന്നത് മൂലമുണ്ടാകുന്ന ഉത്കണ്ഠാരോഗങ്ങളാണ്. പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതുമാണ്. പലപ്പോഴും ഈ OCD സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് വഷളാകുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, ഇതൊരിക്കലും മാറാത്ത ഒരു ബുദ്ധിമുട്ടാണ് എന്ന് അനുഭവപ്പെടുന്ന ഒരു രോഗി അയാൾ വിഷാദത്തിലേക്ക് പോകും, വിഷാദ രോഗത്തിലേക്ക് പോകും. വിഷാദരോഗം ബാധിക്കുന്നതോടെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ജോലി ചെയ്യാൻ താല്പര്യമില്ല, സദാസമയം സങ്കടം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഇങ്ങനെ താൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തോന്നൽ, ആത്മഹത്യാ പ്രവണത, ഇതൊക്കെ വരും. നമുക്ക് തടയാൻ പറ്റുന്ന ആത്മഹത്യകളുടെ തടയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് വിഷാദരോഗം. വിഷാദരോഗം സമയത്ത് ചികിത്സിച്ചാൽ ആത്മഹത്യകൾ വലിയൊരളവ് നമുക്ക് തടയാൻ പറ്റും. ഇനി അടുത്ത ഒന്ന്, ഈ ചികിത്സ എടുക്കാതെ പഴകുന്ന OCD പലപ്പോഴും ഒരു സംശയരോഗത്തിൻ്റെ നിലവാരത്തിലേക്ക് പോകാം. അപ്പോൾ സംശയരോഗത്തിൻ്റെ പ്രത്യേകത, ആ രോഗിക്ക് തനിക്കുള്ള സംശയം ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഉറച്ച ബോധ്യമുണ്ട്. അത് തെറ്റാണെന്ന് ആരൊക്കെ പറഞ്ഞാലും അയാൾ സമ്മതിക്കുകയില്ല. OCDയുടെ തുടക്കത്തിൽ തൻ്റെ ചിന്തകളൊക്കെ തെറ്റാണ് എന്ന് രോഗിക്ക് തന്നെ അറിയാം. മറ്റുള്ളവർ പറയുമ്പോൾ ശരിയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നായിരിക്കും മറുപടി. പക്ഷെ ഒരുപാട് പഴക്കം വന്നു കഴിയുമ്പോൾ ഈ വികല ചിന്തകളൊക്കെ യഥാർത്ഥമാണ് എന്ന് രോഗി കരുതി തുടങ്ങും. അപ്പോൾ പിന്നെ മറ്റുള്ളവർ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാൽ വിശ്വസിക്കാത്ത രീതിയിൽ തർക്കിക്കാൻ തുടങ്ങും. തൻ്റെ ഈ ചിന്തകളൊക്കെ സത്യമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതോടുകൂടി പിന്നെ ചികിത്സയ്ക്ക് തയ്യാറാകാത്തൊരവസ്ഥയിലേക്കും എത്തിച്ചേരും. ഇതൊക്കെയാണ് OCD രോഗികളുടെ അനുബന്ധമായി കാണുന്ന മാനസിക പ്രശ്നം. ഈ OCD ഉള്ളവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും ഈ OCD രോഗികളിൽ അനുബന്ധമായി കാണുന്ന പ്രധാനപ്പെട്ട ഒരു ശാരീരിക പ്രശ്നമാണ് ടിക്ക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ചലന വൈകല്യം. അപ്പോൾ ഈ ടിക്ക് എന്ന് പറയുന്ന സംഗതി ശരീരത്തിലെ
ഒരു കൂട്ടം പേശികൾ അല്ലെങ്കിൽ അടുത്തടുത്തിരിക്കുന്ന അനവധി കൂട്ടം പേശികൾ പൊടുന്നനെ ചലിക്കുന്നത് മൂലമുണ്ടാകുന്ന ചില ചലന വൈകല്യങ്ങളോ ചില ശബ്ദ വ്യത്യാസങ്ങളോ ആണ് ഈ ടിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഈ മുഖത്തെ ചില പേശികൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചലിക്കുക, അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഇങ്ങനെ ആവർത്തിച്ച് കണ്ണടച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നെറ്റി ഇങ്ങനെ മുകളിലോട്ടാക്കിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ചലന വൈകല്യങ്ങൾ ടിക്കിൻ്റെ വിഭാഗത്തിൽപ്പെടും. ചില വ്യക്തികളെ നമുക്ക് കണ്ടാലറിയാം, അവർ ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കസേരയിൽ നിന്ന് എഴുന്നേൽക്കും, ഇരിക്കും. അപ്പോൾ ഇതൊക്കെ മോട്ടോർ ടിക്ക് എന്ന് പറയുന്ന ചലന വൈകല്യങ്ങളാണ്. ഇനി വോക്കൽ ടിക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലുള്ള ചില ടിക്കുകളുമുണ്ട്. ഇപ്പോൾ ചില വ്യക്തികൾ ഇടയ്ക്കിടയ്ക്ക് ഈ തൊണ്ട ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അത് ഒരു ജലദോഷം വരുന്ന വ്യക്തികൾ തൊണ്ട ശുദ്ധീകരിക്കുന്ന പോലത്തെ ഒരു ശബ്ദമായിരിക്കും. ജലദോഷം കാരണമുള്ളൊരു പ്രക്രിയയാണെന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നും. പക്ഷേ ജലദോഷത്തിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കുന്ന ഒരു സൗണ്ട് വരും. ചിലപ്പോൾ ചില വ്യക്തികൾ ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. ചില പട്ടി കരയുന്ന പോലെ പൂച്ച കരയുന്ന പോലെയൊക്കെയുള്ള അപശബ്ദങ്ങൾ കേൾപ്പിക്കും. ചില കുട്ടികളാണെങ്കിൽ ചില തെറി വാക്കുകൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വ്യക്തമായിട്ട് തെറി എന്ന് പറയാവുന്ന ചില വാക്കുകൾ ഒരു കാരണവും ഇല്ല, അത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തെറി വാക്കുകൾ പറയും. അതിനെ കോംപ്ലക്സ് വോക്കൽ ടിക്സ് എന്ന് പറയും. അപൂർവം ചില കുട്ടികളിൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ഈ ബാക്ടീരിയ സാധാരണഗതിയിൽ തൊണ്ടയിൽ അണുബാധ, തൊലിപ്പുറത്ത് അണുബാധ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സർവ്വസാധാരണമായ ഒരു ബാക്ടീരിയയാണ്. ഈ സ്ട്രെപ്റ്റോകോക്കൽ അണുബാധ വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മേഖലയെ ചിലപ്പോൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതേ തുടർന്ന് ചില പ്രത്യേക തരത്തിലുള്ള ചലന വൈകല്യങ്ങളും ഒബ്സഷൻസും കുട്ടികളിൽ പ്രത്യക്ഷപ്പെടാം. ഈ അവസ്ഥയ്ക്ക് പാൻഡാസ്, PANDAS, പീഡിയാട്രിക് ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോ സൈക്യാട്രിക് ഡിസോർഡർ അസോസിയേറ്റഡ് വിത്ത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയും. സ്ട്രെപ്റ്റോകോക്കസ് അണുബാധയെ തുടർന്ന് തലച്ചോറിന് വരുന്ന പ്രവർത്തന വൈകല്യം മൂലമുണ്ടാകുന്ന ചലന വൈകല്യങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും. ഇത്തരം കുട്ടികൾ പെട്ടെന്ന് ഒരു ജലദോഷമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പനി വന്നൊരു തൊണ്ടവേദന കഴിഞ്ഞ് രക്ഷപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വന്ന് ഏതാനും ദിവസങ്ങൾക്കാകാം പെട്ടെന്ന് വീണ്ടും കൈ കഴുകുന്നു, ഒബ്സഷൻസ് പ്രദർശിപ്പിക്കുന്നു. പെട്ടെന്ന് ടിക്സ് പോലെ ചില തെറിവാക്കുകൾ ഇങ്ങനെ പറയുക, ദേഷ്യം വന്നിട്ട് തറയിൽ കിടന്ന് ഉരുളുക, ഭിത്തിയിൽ പോയി തലയിടിക്കുക, അതുവരെ ഇല്ലാത്ത പെരുമാറ്റ വ്യത്യാസങ്ങൾ പൊടുന്നനെ ഈ കുട്ടികൾ പ്രകടിപ്പിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പാൻഡാസ് എന്ന അവസ്ഥയാണോ എന്ന് നമ്മൾ സംശയിക്കണം. അതിന് ഈ സ്ട്രെപ്റ്റോകോക്കസുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ രക്തത്തിലുണ്ടോ, ASO ടൈറ്റർ എന്ന് പറയും, ആ സംഗതി രക്തത്തിൽ പരിശോധിച്ച് നോക്കണം. അതുണ്ടെങ്കിൽ അതിന് ചില ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ടി വരും. അതോടൊപ്പം ഈ ഒബ്സഷൻസും ടിക്സും ചികിത്സിക്കാനുള്ള മരുന്നുകളും കൊടുത്തത് ഭേദപ്പെടുത്തേണ്ടി വരും. ഈ OCD എന്ന് പറയുന്ന അസുഖത്തിന് നമുക്ക് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം എങ്ങനെയൊക്കെയാണ് അവർക്ക് ലഭ്യമാകുന്നത്? ഇതിനകത്ത് കൗൺസിലിങ്ങിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പോൾ OCD എന്ന അവസ്ഥ, അതിൻ്റെ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ ഏത് ദിശയിലാണെന്ന് നമുക്ക് വ്യക്തമാവും. തലച്ചോറിൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവുണ്ട്. ഈ സെറട്ടോണിനാണ് നമ്മുടെ ചിന്തകളെ പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു രാസവസ്തു. ഈ OCD രോഗികളിൽ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ രോഗികളിൽ തലച്ചോറിലെ സെറട്ടോണിൻ്റെ അളവ് കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഇതാണ് പലപ്പോഴും ഈ അസ്വാഭാവികമായ ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരാൻ. തീർച്ചയായിട്ടും സാർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സൈക്യാട്രിസ്റ്റിന് എത്രത്തോളം ഇതിന് ഒരു സേവനം നൽകാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ തലച്ചോറിലെ ചിന്തകളെ നിയന്ത്രിക്കുന്ന സെറട്ടോണിൻ എന്ന രാസവസ്തു കുറയുമ്പോഴാണ് ഈ ഒബ്സഷൻസ് എന്ന തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെറട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഇതിൻ്റെ ചികിത്സയിൽ പരമപ്രധാനമാണ്. അപ്പോൾ മരുന്നുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് ചികിത്സ നടത്തുമ്പോൾ തലച്ചോറിലെ സെറട്ടോണിൻ്റെ അളവ് ക്രമമായി വരുന്ന മുറയ്ക്ക് പതിയെ ഈ ചിന്തകൾ മാറി വരും. അപ്പോൾ മരുന്ന് ചികിത്സ തന്നെയാണ് OCDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. ചിലപ്പോൾ ഈ ടിക്ക് ഡിസോർഡർ പോലെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച ചലന വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറയുന്ന മരുന്നുകളുണ്ട്. അതിൻ്റെ വളരെ ചെറിയ ഡോസിൽ അതും കൂടെ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ വേണ്ടി വരും. കൗൺസിലിങ്ങിൻ്റെ പങ്ക് എന്താണ് ഇതിൽ നിന്ന് ചോദിച്ചു. മരുന്നുകളോടൊപ്പം തന്നെ മനഃശാസ്ത്ര ചികിത്സകൾക്കും OCDയുടെ ചികിത്സയിൽ പങ്കുണ്ട്. അതിൽ 2-3 പ്രധാനപ്പെട്ട തരത്തിലുള്ള മനഃശാസ്ത്ര ചികിത്സകളാണ് ഇന്ന് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഒന്ന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ എന്ന് പറയും. നമ്മുടെ ചിന്താ വൈകല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ രോഗിയെ ബോധ്യപ്പെടുത്തി ആ വികല ചിന്തകൾക്ക് പകരം നല്ല രീതിയിലുള്ള ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മനഃശാസ്ത്ര ചികിത്സയാണ്. അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി എന്ന മറ്റൊരു ചികിത്സയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ച് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താനുള്ള രീതി. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. ഈ 3 മനഃശാസ്ത്ര ചികിത്സകളാണ്. പക്ഷേ മിക്കവാറും ആളുകളിൽ മരുന്നുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ മരുന്നുകൾ കൂടെ തുടങ്ങിയിട്ട് മനഃശാസ്ത്ര ചികിത്സകൾ തുടങ്ങുമ്പോഴാണ് കൂടുതൽ പ്രയോജനം. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ TVയോട് സഹകരിച്ചതിനും ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ,
മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.people.tv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.